We all know Atal Tunnel is the prestigious engineering marvel as well as the longest road tunnel about 110,000 feet in this world. We have the best person here with us today to start the talk series with. With heartful of pleasure, I introduce KP Purushothaman Sir, Additional Director General, to this session. He is considered as one of the mastermind brain behind execution of this prestigious work. Sir will be handling the session with his experiences and challenges faced in making of this engineering marvel. Let me have a few words about Sri Purushothaman Sir. Polytechnic Diploma, Civil Engineering ബിരുദം എന്നിവ നേടിയതിനു ശേഷം കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ PG ഡിപ്ലോമയും MBAയും കരസ്ഥമാക്കി. 1987 UPSC പരീക്ഷ പാസ്സായി. ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്ക് പ്രവേശിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയാണ് പ്രവേശിച്ചത്. ആൻഡമാൻ നിക്കോബറിലായിരുന്നു ആദ്യ നിയമനം. നാഗാലാൻഡ്, രാജസ്ഥാൻ, മിസോറാം, ജമ്മു കശ്മീർ, സിക്കിം, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. 2019 ഇദ്ദേഹത്തിന്റെ സേവനങ്ങൾ കണക്കിലെടുത്ത് വിശിഷ്ട സേവാ മെഡൽ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. മാർച്ചിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷനിൽ നിന്നും അഡീഷണൽ ഡയറക്ടർ ജനറലായി വിരമിച്ച അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു സർ. Thank you. So, shall I start? Sir, 2 more words. Please wait for a while. ഈ വെബിനാർ ഓർഗനൈസ് ചെയ്യുന്നതിന് മുൻകൈ എടുത്ത വിജ്ഞാന ഭാരതി നാഷണൽ സെക്രട്ടറി ശ്രീ വിവേകാനന്ദ പൈ സാറിനെ ഏതാനും വാക്കുകൾ സംസാരിക്കാനായി സ്വാഗതം ചെയ്യുന്നു. Just few words, sir. നമസ്കാരം. നമ്മളെല്ലാവരും പെരുന്തച്ഛനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. Am I audible? Yes, sir. Yes, sir. Yes. ഐതിഹ്യം കൊണ്ട് ആ കഥ കേട്ടിട്ടുണ്ട്. അതിനുശേഷം സിനിമയിലൂടെയും നമ്മൾ ഇതിനെ കുറിച്ച് അറിഞ്ഞു. ആ ഒരു പാരമ്പര്യം കേരളത്തിലുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് ചുറ്റും പല 4 കെട്ടുകളും 8 കെട്ടുകളും 16 കെട്ടുകളും അമ്പലങ്ങളും എല്ലാം സമൃദ്ധമായിട്ട് കേരളത്തിന്റെ തെക്ക് നിന്ന് വടക്ക് വരെ നമ്മൾ കാണാറുണ്ട്. അതിലെല്ലാം വേണ്ട ഒരു കാര്യം എന്നുള്ളത് അങ്ങേയറ്റം സ്ട്രക്ചേഴ്സ് പലപ്പോഴും നമ്മൾ എല്ലാം താഴെ വെച്ച് തന്നെ ആ കണക്കനുസരിച്ച് തയ്യാറാക്കിയതിന് ശേഷം നേരെ മേളിൽ കൊണ്ടുപോയിട്ട് അത് കൂട്ടുകയാണ്. അപ്പൊ അതിലൊരു എന്തെങ്കിലും ഒരു തെറ്റ് കുറവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചേരില്ല. അങ്ങനെ ഉള്ള ആ കഥകളും നമ്മൾ ആ സിനിമയുടെ ഇതില് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു എഞ്ചിനീയറിംഗ് പശ്ചാത്തലം, വൈദഗ്ധ്യം നമുക്ക് പാരമ്പര്യമായിട്ടുണ്ട്. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് തിരുച്ചിക്കടുത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ഒരു അണക്കെട്ട്, സോറി അതിനിടയ്ക്ക് അത് കണക്ഷൻ ഇത്തിരി കുറഞ്ഞു, നമ്മൾ കല്ലണൈ ഒരു 2000 വർഷം പഴക്കമുള്ള ഡാം അണക്കെട്ട്, നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ ഡാമുകളിൽ ഒന്നാണ്. അത് ഇന്നും നിലനിൽക്കുന്നു. തൊട്ടപ്പുറത്ത് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം 1020 കൊല്ലങ്ങളോളം 1011 കൊല്ലങ്ങളോളം പഴക്കമുള്ള ബൃഹദീശ്വര ക്ഷേത്രം, 210 അടി പൊക്കമുള്ള അതിന്റെ പ്രധാന ഗോപുരത്തിന്റെ ഏറ്റവും മുകളിൽ 80 ടണ്ണിൽ മുകളിലുള്ള ഒരു കല്ല്, അത് എങ്ങനെ അവിടെ എത്തിച്ചു എന്നുള്ളത് ഇന്നും ഒരു എഞ്ചിനീയറിംഗ് ചോദ്യമായി പലരുടെയും മനസ്സിലുണ്ട്. അപ്പോ ഇത്രമാത്രം ഒരു ഇനിയും ഒരുപാട് നിർമ്മിതികൾ ഹോയ്സാലേശ്വര ക്ഷേത്രത്തിൽ അവിടുത്തെ ആ സർക്കുലർ പില്ലേഴ്സ് കരിങ്കല്ലിൽ അതെങ്ങനെ ഒരു ലേത്ത് വെച്ച് പോലെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ മരത്തിലും കരിങ്കല്ലിലുമുള്ള നിരവധി കൊത്തുപണികൾ, ഇതെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഞ്ചിനീയറിംഗ് രംഗത്തുള്ള ഭാരതീയരുടെ വൈദഗ്ധ്യത്തിന്റെ ഉദാഹരണങ്ങളായിട്ട് ഭാരതത്തിലെമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. ഭാരതത്തിന് പുറത്തും നമ്മൾ ഭാമിയൻ ബുദ്ധാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. 2000 വർഷം പഴക്കമുള്ള അങ്ങേയറ്റം വലിപ്പമുള്ള ശിലാനിർമ്മിതികൾ. അതുപോലെ ആങ്കർ വാട്ട് ക്ഷേത്രം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ടെമ്പിൾ കോംപ്ലക്സ്. അപ്പോ ഇത്രമാത്രം പ്രിസിഷനും
സ്കില്ലും ആവശ്യമുള്ള, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്കില്ല് ആവശ്യമുള്ള, പ്ലാനിങ് ആവശ്യമുള്ള എഞ്ചിനീയറിംഗ് നിർമ്മിതികൾ നമുക്ക് പുതുമയല്ല. മാത്രവുമല്ല, ആ ഒരു പാരമ്പര്യം നമ്മൾ തുടർന്നു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിക്കുന്ന എം വിശ്വേശ്വരയ്യ, അദ്ദേഹം നിർമ്മിച്ച പല സ്ട്രക്ചേഴ്സും ഡാംസും എല്ലാം ഇന്നും ഭാരതീയരുടെ വൈദഗ്ധ്യത്തിന്റെ ഉദാഹരണങ്ങളായിട്ടുണ്ട്. ആ ചരിത്രം ഇന്നും തുടരുന്നു. നമ്മൾ മെട്രോമാൻ ശ്രീധരന്റെ വർക്കുകൾ കണ്ടു. ഇന്ന് നമുക്ക് വളരെയധികം ഭാരതീയർക്ക് അഭിമാനിക്കാവുന്ന, നേരത്തെ അവതാരിക പറഞ്ഞതുപോലെ ലോകത്തിലെ തന്നെ 10,000 അടിക്ക് മുകളിലുള്ള ഏറ്റവും വലിയ ടണലിന്റെ നിർമ്മിതിക്ക് ചുക്കാൻ പിടിച്ച പുരുഷോത്തമൻ സാറ് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ഇതില് ഉള്ള വെല്ലുവിളികളും അതുപോലെ തന്നെ എങ്ങനെ അതിനെ നേരിട്ടു എന്നുള്ള അനുഭവവും ഷെയർ ചെയ്യും. നമ്മൾ ഈ ഒരു ലെറ്റസ്റ്റ് ടോക്ക് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു പരമ്പരയിൽ കൂടി ഭാരതത്തിന്റെ ആ ഒരു വൈദഗ്ധ്യത്തെ കുറിച്ച് എടുത്തു കാണിക്കാനും, പഴയതും പുതിയതുമായിട്ടുള്ള അനുസ്യൂതമായിട്ടുള്ള ആ ഒരു പരമ്പരയെ എടുത്തു കാണിക്കാനും, നമ്മുടെ ആത്മവിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകാനും, നമ്മുടെ ആ ഒരു ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിലുള്ള നമ്മുടെ പ്രൊഫഷണൽ കരിയറിലും അതേ വൈദഗ്ധ്യം നമുക്ക് എടുത്ത് കാണിക്കുവാൻ സാധിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു പരമ്പര സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനവും സിവിലിയൻസും ICIയും കൂടി ചേർന്ന് നടത്തുന്നത്. ഇങ്ങനെ ഈ ഒരു പരമ്പരയ്ക്ക് തുടക്കമിടാൻ പുരുഷോത്തമൻ സാറിനെ പോലെയുള്ള ഒരാളെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പുരുഷോത്തമൻ സാറിനെ ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ വേർഡ്സ്. എത്ര ജോലി ചെയ്താലും മടുക്കാത്ത വെല്ലുവിളി അവസരമാക്കുന്ന ശാന്തനായ വ്യക്തി, എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കും പാഠപുസ്തകമാക്കാൻ കഴിയുന്ന ശ്രീ പുരുഷോത്തമൻ സാറിനെ ഈ ടോക്കിലേക്ക് സാദരം ക്ഷണിച്ചു. ഹാപ്പി വെൽക്കം ആൻഡ് ഓവർ ടു യു സർ. Okay, thank you. So may I start? Yes sir. May I start? Sure. Yeah. Yes, sure sir. So firstly, I would like to congratulate and appreciate the effort and initiative taken by the Swadeshi Science Movement jointly with Civilians SZ and Indian Concrete Institute Kerala chapter. And I also thank you for giving me a platform for presenting this brief on Atal Tunnel. I was told I should give my presentation in Malayalam as well as English. So I was told by Mr. Vivekananda Pai it should be around 50% of English and Malayalam. I will give my presentation as per that only. So I will start the challenges in making of Atal Tunnel. In the introductory speech, Madam and Mr. Vivekananda Pai has told that this is one of the longest tunnel, about 10,000 feet. And it is in fact the longest tunnel, about 10,000 feet in the world. What are the challenges we have faced while constructing the tunnel? This I will be giving in the next 40 minutes briefing, and after 45 minutes briefing, there will be question and answer session for around 15 minutes. So anyone can ask any question about tunnel. So I'll try to give answer whatever is possible. If we don't get time, anybody want to ask questions even separately, they can email it to me. I will try to give reply even after the session is completed. So firstly, tunnel is an underground structure. The construction of underground structure, it is different from other complex other structures because it is very complex due to uncertainty of ground condition. Underground structures, they differ from the overground structures and often involves unpredictable ground behavior. Hence, proper geotechnical and geophysical investigations are required to be done before properly designing the structures. And the constant monitoring at every stage while supervising underground structures. This is very essential. Then tunneling in India, this has actually started getting momentum in the last 10-15 years. And whatever the confidence we have gained in highway tunnel, especially in the last 10-15 years, with that confidence, more tunnel projects are coming up in India, especially in Himalayan regions, because hill area needs more tunnels than the plain area.
So in Himalayan regions, there are so many new tunnels coming up. I shall be giving my brief in this preview, genesis, brief, salient features, geology, tunnel construction activities involved, then difficulties encountered during the construction, the negotiation of a fault zone. That is the most severe problematic area where the tunnel work was held up for almost 4 to 5 years. Then certain picture gallery. What are the salient features? Features of the tunnel. Length of the tunnel is 9,020 meter, and RL, there are two portal side, south portal and north portal. RL of the south portal side, that is in Kullu district, that is 10,040 feet, and the other side, north portal, is 3,071 meter or 10,075 feet. And by constructing this tunnel, length of the road was reduced by 46 kilometers, and the traveling time also around 5 hours. This much time was saved, and the length of the road was also reduced by 46 kilometers. The type of the tunnel is single tube, double line road, and horseshoe type. And method of construction is drill and blast method by using NATM philosophy. And carriage and footpaths 10.5 meter, 8 meter width of road, and 1 meter footpath on both sides, and 0.5 meter median at center. Overhead clearance 5.5 to 5 meter. That is the minimum requirement of any MORTS as per MORTS specification. Then cross section area of the tunnel, that is completed tunnel, inside the tunnel is 75.9 square meter. Thickness of concrete lining, the final arch lining is 500 mm, and gradient of the tunnel is 0.5%. This gradient is towards both sides of the portal, and the gradient, the summit is around 2/3 length of the tunnel. At kilometer 5.6 kilometer, it slopes towards south side and towards north side. This has been planned because this is almost 2/3 of length. Why it was? Because this tunnel was excavation was started from both sides simultaneously. But we know the north portal side, that used to be closed almost 6 months a year. So the progress on north portal, what we have planned was only half what we are going to achieve from the south portal. So it was planned this way that after 5.6 kilometer, the slope will be, a gradient will be towards south portal and towards north portal, and also to maintain the level of the tunnel on both sides as far as possible. Then quantity of excavation is more than 15 lakh cubic meter of earth, rock or earth. Then there is an emergency escape passage inside the tunnel, that is 3.6 by 2.25 meter. Generally, escape tunnel used to be parallel to the main tunnel, but in this tunnel, the escape tunnel is below the main tunnel. This is the only one tunnel in India, and all over the world, so there are only 2 tunnels like this. The maximum speed allowed is 80 km per hour. Traffic data is petrol cars 3000 numbers per day and diesel trucks 1500 numbers per day. Permanent ventilation system, semi-traverse automatically keeps tolerance level of gases within permissible limit. In case of any tolerance limit of gas is more than the normal one, then automatically there are the ventilation fan will work. There are dampers that will automatically open, then that will taken out. This gas, poisonous gas, whatever it is, that will be taken out through the exhaust fans fitted on both sides of the tunnel. Illumination, lighting is auto adjust as per light condition outside of the tunnel. While entering the tunnel from both sides, the light inside the tunnel is almost like day light. This is the tunnel section. You can see, as I told, it's a horseshoe type tunnel section. This is the tunnel section. You can see here, this is the underground tunnel. And every 500 meter, the section is like this. This is because to access the underground tunnel, there is a passage like this. So one can, in case of emergency, one can escape to the tunnel. So every 500 meter, there is a entry to the escape tunnel. Another section, this is
in Seri Nala portion. This is was the most difficult portion of the tunnel. 587 meters length of the tunnel, due to which the project was delayed almost 4 years. Here the tunnel section is complete round shape, because the round shape, as you all know, this is the most stable section. So in such kind of soil, this is the most suitable design. So the round shape is provided, complete round section is concreted, concrete lining is done, and there are so many other measures done to drain out water, which has been waterproofing sheet has been provided in this section. Now, what are the other services available in the tunnel? There are tunnel entry barriers at both portals, telephones at every 150 meter. The requirement is, in case, suppose somebody is traveling and anybody is held up in between the tunnel, they are being watched through CCTV. They can use the telephone and they can contact the control room for any assistance. That is available at every 150 meter inside the tunnel. Then fire hydrants at every 75 meter. In case of any fire accident inside the tunnel, fire hydrants are available. So you can extinguish fire. Water is available throughout. And anybody can go, and any passenger also, anybody who is traveling inside the tunnel also can use these fire hydrants and extinguish fire. Then entry, emergency exit entry, as I told, it is after every 500 meter. And there are markings, clearly it is given where is the entry to the emergency exit tunnel. So that is clearly marked. After every 25 meter, it is marked. Then turning cover at every 2.2 kilometer. Suppose somebody is traveling inside the tunnel and they want to come back, then they can use this turning cover facility. After 2.2 kilometer, there is a turning cover. They can turn back and to the reverse direction. Then air quality monitoring is at every 1.1 kilometer, quality of the air. Then if it is below the required quality, then automatically the dampers will open and it will suck through the exhaust fan provided on both sides of the tunnel. Excavation lighting, exit signs at every 250 meter. Then there is a broadcasting system. This is up to 600 meter from both sides. 15 watt speakers at every 10 meter is provided. Inside tunnel, 35. Other areas, it is 35 watt speakers at every 40 meter spacing. This is provided in case from the control room, anybody want to give some directions to the commuters, to anybody traveling inside the tunnel, anybody standing inside the tunnel, or even for the workers, or the maintenance party, if they want to give any announcement, that can be done through this broadcasting system. Then fire rated dampers at every 50 meter. Fire rated dampers means this is an opening. This will be opened automatically in case the level of gas or any fire incident happens. These dampers will automatically open, and hot air or whatever it is, gas, that will be taken out through the exhaust fan on both sides of the portal. So there is a ventilation slab. It will be separated with the main tunnel area. CCTV cameras are available at every 60 meter. So that is being closely monitored, watched 24 hours from the control room. Then automatic incident detection system with CCTV cameras every 250 meter. So these are all the services in the tunnel. As far as Atal Tunnel is concerned, this has got all the most modern facilities which are required for a highway tunnel. This is comparable to any international tunnel. This is first of its kind in India. So, the peculiarities of this tunnel: construction was possible only through two portals. As I told, it is from South Portal and North Portal. And the North Portal side, almost 6 to 7 months, it was closed due to winter, because it was not accessible for any resources, any equipment, any manpower going to the other side. It was just impossible. So every winter, onset and offset of winter, we have to close our resources and we have to take back the equipment
and again that has to be de-inducted. So this is one of the requirement. This is one of the drawback with this tunnel. There was not many attack points, and it was not possible. Alignment was crossing through Glacier Lake because heavy snow accumulation. That was another problem. Then high overburden. The overburden of the tunnel is around 2 kilometers, the maximum. Then construction is through crystalline thrust and varying geology, difference from predicted rock experience. So we could not carry out more geotechnical investigation in this tunnel because the tunnel, this mountain was not accessible. So the number of geotechnical investigation carried out, the boreholes done was only 4 numbers on both sides of the tunnel, that is South Portal and North Portal, and near to the Serinala portion. There also we have done 2 boreholes. So this was the only investigation, proper geotechnical investigation, which could be carried out, and the other portion it was just impossible because it was not accessible. This is having one of the largest cross section, so excessive deformation and complex supporting system was required to be provided for constructing this tunnel. The emergency exit tunnel built underneath the main tunnel, there's a peculiarity. Then geopolitical linkage, Lahore and Spiti, as I told, was cut off for almost 6 to 7 months strategic, and this is having a strategic advantage. And it's a state-of-art tunnel. This is the section of the tunnel, L section of the tunnel. You can see this is the South Portal end, and mountain you can see is going like this, mountain top. The maximum overburden is after around 6 kilometers. The maximum overburden is 908 meters. That means nearly 2 kilometers. It's having highest overburden, and that has also been distributed like this way. Up to 6 overburden up to 600 meter is of around 3,847 meter length of tunnel, and 600 to 900 is 849 meter length of tunnel. Then 900 to 1200 meter overburden is 771 meter length of the tunnel, and 1200 to 600 meter overburden is 1585 meter length, and 1600 to 1908 around 750 meter length of the tunnel. This is the overburden. Tunnel cross section, I have already told. This is the tunnel cross section horseshoe type. You can see this is the highway level, and this is the escape tunnel for which there is entry after every 500 meter, and below escape tunnel there is a drain. You can see the drain. So all the water collected from the tunnel periphery, it is finally taken to this drain, and this has been, this drainage water is finally sent to both portal sides. That is drained out to both portal sides, and the water coming out is, the during construction it was almost 140 liter per second. When I left that place around 2 months ago, still that time also 100 liters of per second water is still coming through this drain. So how a tunnel activity is being progressed? This is the tunnel cross section. How we will progress the tunnel? Firstly, what we used to do is do the excavation of this portion. This is known as heading 1. Then it is heading 2. This is heading 2. Then benching. This is the next excavation to be done. After the excavation of heading 1 is done, we have to do all the supporting system, preliminary immediate supporting system is required to be done. Then only next excavation will be started. Then after this, I think I should start in Malayalam also. Is it okay? Please carry on, sir. Okay. So, അതിനുശേഷം നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ഡ്രെയിൻ ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യണം. Then it is, we have to place emergency
exit tunnel. This is 3.6 by 2.25 meter. This is precasted. Then it is kicker lining. This has to be done. Below that there is a kicker beam. Then arch lining is to be done. After that, ventilation slab. This is to be done. The ventilation fan will suck the air through this, and there will be dampers after every 50 meter. Opening will be both sides of the ventilations. Then it is the pavement works at this level. It is the pavement works. And the Serinala portion, as I told, it is a round shape. So here, other than this, also deep invert concession. This portion has to be done extra. So what are the difficulties encountered? So first, we have to assess this tunnel work is designed based on the Q system. I will come to you in my next slides. And before that, during geotechnical investigation, RQD value is to be assessed. And the rock, what we have encountered there is mica schist. It was the metamorphic, then migmatite, that is a hybrid of igneous and metamorphic. Then phyllite, it is a metamorphic, quartzite metamorphic. In addition to this, in Serinala portion, it was like soil mixed boulders only. It was loose soil. That was the material rock condition in Serinala portion of the tunnel. Rock units located in central crystalline group of rocks composed of metamorphic rocks undergone ductile deformation. South portal, it is migmatites and phyllite with bands of phyllite, quartzite traversed by number of minor faults and one major fault charged with water. That is in Serinala area. The north portal side, migmatite incoherently folded and consists of two types of rock. The gneiss and biotite. Then squeezing condition has occurred. These are the two conditions generally occur in tunnel squeezing and tunnel bursting. This both has been encountered in this tunnel also. Squeezing was in Serinala area and some other areas between 6,000 to 6,800 meter, and chainage 7,600 to 8,200 meter. And tunnel bursting, this was also occurred in the Adak tunnel. Brittle failure occurs in the highly brittle and fine-grained isotropic rocks, leading to severe stability and safety problem. This was noted at 7210 to 7245 chainage. Then Serinala fault. This fault crosses tunnel from south portal. There is a river flowing above the tunnel. This is crossing the tunnel, and that area rock condition was very fragile. So this, after excavation, the water charged with heavy muck started coming inside the tunnel, and there was a lot of problem which we have faced that I'll be explaining in my subsequent slides. Then natural difficulties faced. Majority of rocks poor to very poor, sheared and fractured rock, and closed off north portal for 6 months. That's another problem. Then high overburden. Because of that, this tunnel bursting has occurred. And the method of the tunneling. Method of the tunneling is, it is a drill and blast method only, but with new Austrian tunneling method. That is also drill and blast method. But what is it? The tunneling method is for is new Austrian tunneling method. This method is useful where the ground condition varies. Ground condition, നമ്മൾ ഒരേപോലെയുള്ള ഗ്രൗണ്ട് കണ്ടീഷൻ ആയിരിക്കില്ല. അതായത് നമ്മളിപ്പം ചില സ്ഥലത്ത് ഇപ്പം ലൈക്ക് മെട്രോ സിറ്റീസ് ഡൽഹിയിലാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് സെയിം ടൈപ്പ് ഗ്രൗണ്ട് കണ്ടീഷനാണ്, ടണൽ ബോറിംഗ് മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ വേരിയിങ് നമ്മുടെ ഗ്രൗണ്ട് കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ സപ്പോർട്ടിങ് സിസ്റ്റം വേരി ആയി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചില സമയത്ത് ടണൽ ബോറിംഗ് മെഷീൻ അത് അത്രയും സപ്പോർട്ടീവ് ആയിരിക്കില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഡ്രിൽ ബ്ലാസ്റ്റിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഹിമാലയൻ കണ്ടീഷനിൽ പല സ്ഥലത്തും ഇതുപോലെ നമ്മൾ ടണൽ ബോറിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് പലപ്പോഴും പെട്ടെന്ന് ടണൽ കണ്ടീഷൻ, അതായത് റോക്ക് കണ്ടീഷൻ വളരെ ഫ്രാക്ചേർഡ് റോക്ക് കണ്ടീഷനൊക്കെ വരുമ്പോൾ പല സമയത്തും ടണൽ ബോറിംഗ് മെഷീൻ സ്റ്റക്കപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ റോത്താങ് ടണൽ അപ്ലൈ ചെയ്തതുകൊണ്ട്, അതായത് ഇത് പ്രകാരം നമ്മൾ ടണൽ സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ ഡെയിലി ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ദിസ് ഈസ് ദ
റോക്ക് കണ്ടീഷൻ. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് എത്ര ബ്ലാസ്റ്റ് ചെയ്യണം, എന്തൊക്കെയാണ് സപ്പോർട്ടിങ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഡെയിലി ബേസിൽ ഒബ്സർവ് ചെയ്തിട്ട് അതിന്റെ സെറ്റിൽമെന്റ്, എൻ്റെ ഡിഫോർമേഷൻ, ദർ ഇസ് എ ലിമിറ്റ്, അതൊക്കെ തീരുമാനിച്ചിട്ട് നമ്മൾ ഡെയിലി ബേസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. ദർ ഇസ് എ ജനറൽ ഡിസൈൻ, നമ്മുടെ ഇനിഷ്യൽ ഡിസൈൻ ഉണ്ട്, പക്ഷെ ഡെയിലി എന്ത് കഴിഞ്ഞാലും നമ്മളത് ഒബ്സർവ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകാറുള്ളൂ. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ എങ്ങനെയാണ് ടണൽ ബ്ലാസ്റ്റിംഗ്, ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് എങ്ങനെ ഉണ്ടായെന്നുള്ളത് ഞാനൊരു വീഡിയോ കാണിക്കാൻ പോകുന്നു. ഇറ്റ്സ് എ വീഡിയോ. ഇത് ടണൽ ബ്ലാസ്റ്റ്, ഇത് എങ്ങനെയാണ് ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് നടക്കുന്നത് ഞാൻ കാണിച്ചു. ടണൽ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ബ്ലാസ്റ്റിംഗ് ഡ്രില്ലിംഗ് അത് കംപ്ലീറ്റ്ലി പ്രോപ്പർലി ഡിസൈൻ ചെയ്യണം. നമ്മളിത് ചെയ്യുന്നത് ഡിലേ ഡിറ്റനേറ്റേഴ്സ്, വി ആർ യൂസിങ് ഡിലേ ഡിറ്റനേറ്റർ. സോ ഇതുപോലെയാണ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ടു ബി കണ്ടിന്യൂ ആഫ്റ്റർ വൺ സൈക്കിൾ. ജനറലി വി യൂസ് ടു ടേക്ക്, അതായത് ബ്ലാസ്റ്റ് ചെയ്തു, ദെൻ അതിന്റെ മക്ക് ഫസ്റ്റ് റിമൂവ് ചെയ്യുന്നു, ദെൻ എത്ര ബ്ലാസ്റ്റ് ചെയ്തു അത്രയും ലെങ്ത്തിൽ നമ്മൾ ഇനിഷ്യൽ സപ്പോർട്ടിംഗ് സിസ്റ്റം ഇമ്മീഡിയറ്റ്ലി ഷോർട്ട് ക്രീറ്റ് നമ്മൾ ചെയ്യണം. പിന്നെ വട്ട് എവർ സപ്പോർട്ടിംഗ് സിസ്റ്റം ഒരു റോക്ക് ക്ലാസിഫിക്കേഷൻ ഡിസൈൻ ചെയ്ത് അത് കംപ്ലീറ്റ് സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ ചെയ്യണം. ദെൻ റോക്ക് ബോൾസ്, ഗ്രൗട്ടിങ്, ഷോർട്ട് ക്രീറ്റിംഗ്, എവറിത്തിങ് ഹാസ് ടു ബി ഡൺ ഇമ്മീഡിയറ്റ്ലി. അവൻ ഒരു സൈക്കിൾ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് സൈക്കിൾ ആഫ്റ്റർ ദ വി യൂസ് ടു ടേക്ക് 8 hours ഫോർ ദിസ് സിംഗിൾ വൺ സൈക്കിൾ. ഒരു ഡേയിൽ നമ്മൾ 3 പ്രാവശ്യം ബ്ലാസ്റ്റ്, 24 hours. വർക്ക്സ് ആർ ഗോയിങ് ഓൺ, വി ആർ ഗോയിങ് ഓൺ ഇൻ 3 shift for 24 hours. So this is the thing, drilling of blasting of holes, then charging, then provide ventilation, because immediately after blasting കണ്ടു കഴിഞ്ഞു ഒരുപാട് ഫ്യൂംസ് ഉണ്ടാവും. സോ വെന്റിലേഷൻ ഇമ്മീഡിയറ്റ്ലി പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ വർക്കേഴ്സിനോ അല്ലെങ്കിൽ വെഹിക്കിൾ ഡ്രൈവേഴ്സ്, നോബഡി ഓപ്പറേറ്റേഴ്സ്, നോബഡി ക്യാൻ ഗോ ഇൻസൈഡ്. സോ വെന്റിലേഷൻ, then take out the muck, then provide supports, everything, the rock bolting, whatever it is, then shotcreting or grouting, everything has to be done. Then again do the drilling of blast holes and charging. So this is the cycle. So this in then the rock tunnel design, rock mass classification is determined by the daily basis. Geologist site നമ്മൾ പോയിട്ട് geologist rock classification determine ചെയ്യുന്നു. അതുപോലെയാണ് നമ്മൾ സപ്പോർട്ടിംഗ് സിസ്റ്റം. ബട്ട് ജനറലി വി നോ വാട്ട് ഈസ് ദ റോക്ക് ക്ലാസിഫിക്കേഷൻ റിക്വയർഡ്. നമ്മളത് DPR പ്രിപ്പയർഡ് ചെയ്യുമ്പോൾ ദാറ്റ് വാസ് അപ്രോക്സിമേറ്റ്. സോ ദാറ്റ് വാസ് ചേഞ്ച്ഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. So I'll show one slide, you will be able to understand.
Q system, there are two systems of rock classification, generally Q and RMR system. So this Q system is use ചെയ്തിരിക്കുന്നത്. Q system is based on 6 parameters, different parameters. Rock quality designation is very important. Then total 7 rock class ആണ് ഇതിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് ഈ ടണലിൽ. Then അതിനുശേഷം Q value നമ്മൾ അസസ് ചെയ്തതിനു ശേഷം Q value, then overburden, then deformation. അത് പ്രകാരം നമ്മളൊരു ഡിസൈൻ സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അഗെയിൻ വി ഹാവ് ടു വെരിഫൈ ഓൺ ഡെയിലി ബേസിസ്. ഇതാണ് ഡിസൈൻ മെട്രിക്സ്. ഓവർബർഡൻ ലെസ് ദാൻ 300, Q value if it is more than 10, it is known as rock 1 classification. 1 to 7 ആണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 1 to 4 ആണെങ്കിൽ 3, 5, 7. This is different classification. Actually, it is not 1, 2, 3. Then there is a this is in the next slide. 4, 4M. This is the actual classification finally we have done based on overburden and deformation. 1, 2, 3, 4M, 5, 6, 7. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ നമ്മൾ എന്താണ് സപ്പോർട്ട് സിസ്റ്റം കൊടുക്കേണ്ടത് അത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സപ്പോസ് കൺവേർജൻ, പ്രീ ഷോർട്ട് ക്രീറ്റിംഗ് എങ്ങനെ ചെയ്യണം, ലാറ്റിസ് ഗിർഡേഴ്സ്, ഇത് എവിടെയൊക്കെയാണ്, ഏത് സപ്പോർട്ടിംഗ് ആണ് അത് ആവശ്യമുള്ളത്, വയർ മെഷ് ഷോർട്ട് ക്രീറ്റിംഗ് എവിടെ കൊടുക്കണം, നോർമൽ ഷോർട്ട് ക്രീറ്റിംഗ് എവിടെ കൊടുക്കണം, വിത്ത് വയർ മെഷ് ആൻഡ് ഷോർട്ട് ക്രീറ്റ്. ദെൻ റോക്ക് ബോൾസ്, ഏതൊക്കെ ടൈപ്പിലുള്ള റോക്ക് ബോൾസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടത്, റോക്ക് ബേസ്ഡ് ഓൺ ദി റോക്ക് ക്ലാസിഫിക്കേഷൻ. ഇത് കംപ്ലീറ്റ് നമ്മുടെ ഒരു ചാർട്ട് ഉണ്ട്. ദെൻ പൈപ്പ് പ്രൂഫ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ വീക്ക് റോക്ക് കണ്ടീഷൻ. So these are the design based on rock classification. Then temporary invert, അത് provided mainly the Serinala portion, temporary invert provided. നമ്മൾ കൊടുക്കുകയാണ്. Then next day how we have to carry out the blasting, that has to be planned. Then ഞാൻ നേരത്തെ പറഞ്ഞ പോലെ comparison of rock classification, നമ്മൾ ടെൻഡർ ചെയ്തപ്പോൾ that means in the DPR ഇതായിരുന്നു കണ്ടീഷൻ, ക്ലാസ് 1 റോക്ക് ഇത്ര മീറ്റർ ആയിരുന്നു, പക്ഷെ ആക്ച്വലി എൻകൗണ്ടർഡ് വാസ് 225 മീറ്റർ ഓൺലി. സോ ദർ ഇസ് എ ഹ്യൂജ് വേരിയേഷൻ. ഇവിടെ കാണാൻ പറ്റുമല്ലോ, ടെൻഡറിൽ 25% ആണെങ്കിൽ ഇവിടെ 3% അതുള്ളൂ, 9% ആണെങ്കിൽ ഇത് 27%. അപ്പോൾ ദർ ഇസ് എ ഹ്യൂജ് വേരിയേഷൻ ബിറ്റ്വീൻ ടെൻഡേർഡ് ക്വാണ്ടിറ്റി ആൻഡ് ആക്ച്വലി എൻകൗണ്ടേർഡ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? കാരണം we didn't know actually what is the actual ground, condition of the rock, because it was almost impossible, because we have done the geotechnical investigation only 4 locations. Other places it was just impossible to carry out. So this is the methodology. That's the advantage of NATM methodology. If there is varying rock condition, this can be assessed on the day-to-day basis. We have to assess it and have to provide the supporting system. It is an observation system, based on observation, system based on observation. So primary supports നമ്മുടെ ഗ്രൗട്ടിങ്ങും പിന്നെ ഷോർട്ട് ക്രീറ്റിംഗ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഐ വിൽ ഷോ എ വീഡിയോ. കാരണം നമ്മൾ ദിസ് മെയിൻലി ഹിമാലയൻ ഏരിയ, inside the hill there used to be water. So how we will stop the water coming inside the tunnel? So what we have to do is നമ്മൾ അതിന്റെ ഗ്രൗട്ടിങ് ചെയ്യണം. ഗ്രൗട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാട്ടർ ഫിഷേഴ്സ്, വരുന്ന ഫിഷേഴ്സ് കംപ്ലീറ്റ് നമ്മൾ സീൽ ചെയ്യണം. Just see how it is being done. And around the periphery of the tunnel, completely we have to do grouting. So complete water coming inside the tunnel, that has been stopped. How much drilling has to be done? We have to do the design. It is to be 6 to 12 meter. 12 meter ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനു ശേഷം complete short creating has to be done. ഇവിടെ tunnel support, steel ribs അല്ലെങ്കിൽ lattice girder, ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് ഏരിയ കൺസോളിഡേറ്റ് ആയി ഔട്ട്സൈഡ് ദി ടണൽ. ദിസ് ഇസ് ദ വേ.
So now, generally tunnel, what has to be done, that I explained, because there's a limitation of time. So this is the Serinala fault zone, how we were progressing. Other areas, you see the monthly progress is to be 150, sometimes even more than 200. But when we come to Serinala portion, the average progress was very less, because അവിടെ വന്നിട്ടുള്ള supporting system വളരെ different ആയിരുന്നു. Serinala is somewhere here in this thing. This is at starting location. അതിനുശേഷം ഇത് ക്രോസ് ചെയ്ത് പോകാം. This Serinala നമ്മുടെ എത്തിയപ്പോഴുള്ള muck flow, how it has happened. I will show you a video also. How muck flow happens. നമ്മൾ സെരിനാല ഏരിയയിൽ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ ഇതുപോലെ എത്രയാണ് വെള്ളം വരുന്നത്, നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും വെള്ളം വരികയാണ്. ഹൗ വിൽ വി സ്റ്റോപ്പ് ഇറ്റ്? അപ്പോൾ ഇതൊരു നമ്മൾ ഫസ്റ്റിൽ ചെയ്തപ്പോൾ എങ്ങനെ മക്ക് ഫ്ലോ ഉണ്ടായി, ഹൗ സീരിയസ് ഇറ്റ് ഈസ്, അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. സോ ഇതുപോലെ 20-25 മേജർ മക്ലോസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മൈനർ മക്ലോസ് എത്രയോ കൗണ്ട്ലെസ്. അപ്പൊ ഈ മക്ഫ്ലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും? ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതിന്റെ മക്ഫ്ലോ വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഒരു പൈപ്പ് പ്രൂഫിങ്, ഇറ്റ്സ് ആൻ അംബ്രല എന്ന് പറയുന്നത്. നമ്മൾ പൈപ്പ് പ്രൂഫ്, നമ്മുടെ എക്സ്കവേഷന്റെ ടണൽ പെരിഫറിയിൽ പൈപ്പ് പ്രൂഫിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ 12 മീറ്റർ പൈപ്പ് ചെയ്തിട്ട് ഒരു അംബ്രല പോലെ ഉണ്ടാക്കി, ദെൻ 12 മീറ്റർ ഇതാണെങ്കിൽ 1 മീറ്റർ എക്സ്കവേഷൻ നമ്മൾ ചെയ്യുന്നു. നമ്മൾ ചെയ്യുമ്പോഴും ഇത്രയും കഴിഞ്ഞതിന് ശേഷവും മക്ഫ്ലോ പല സ്ഥലത്തും നിർത്താൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പല മെത്തേഡും ട്രൈ ചെയ്ത് നോക്കി. ബിക്കോസ് ദിസ് ടണൽ ഈസ് ഹാവിങ് ഓൾമോസ്റ്റ് 13 മീറ്റർ എക്സ്കവേറ്റഡ് ഡയമീറ്റർ while excavation. That's a large section. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വി ട്രൈ ടു reduce the section by 6 meter. 6 meter reduce ചെയ്തിട്ട് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യാൻ നോക്കി, സ്മോൾ പോർഷൻ. But that was also not successful. Finally, what was successful was, after this was like a trial and error, you can say, like this is known as a pilot tunnel, small tunnel. Do a small tunnel first and stabilize it, and do excavation in the outer periphery. So that was also tried. Then side drift, then we started from one side, small section. So that was also not so successful. The Serinala above the tunnel portion, snowbound, sanctions for RQD. So this is the pipe proofing. So this type of pipes are 140.6 mm pipe. There are three sizes of pipe rim. One is 76 mm dia, 89 mm dia, and 114.6 mm dia. So severity of tunnel was actually, this tunnel in Serinala was actually not expected as that much has been occurred. So earlier it was 114 mm dia was not proposed. Then finally, after doing all the trial and error methods, finally we came to know we were successful by providing double row of 114.6 mm dia pipes. So that was provided around the periphery, and excavation was done like this. This pipe roof it is drilled inside. Then excavation was done just 1 meter ahead. 12 meter pipe was given. Then after 9 meter, again next 12 meter pipe was drilled. So the excavation, then there is additional support is known as lattice gitter that was provided. Then with that shotcreting with wire mesh, then and all rock bolts, then grouting, everything was done. And we used to take out maximum water through drainage pipes. So this is the pipe roof. This is the pipe roof. This is not skin to skin. This photo is from otherwise it was touching when the Serinala, the severe portion. Okay, you can see here double row pipe, 2 pipes. So this was actually initially drilled inside the tunnel. Then excavation was carried out for 1 meter, and after 1 meter excavation, immediately provide the support, do the shotcreting, grouting, placement of lattice gitter. Everything has to be done immediately so that 1 meter portion is supported properly immediately. Then to know the condition of the rock inside the tunnel, there is a tunnel seismic prediction method which was used here. So with this we can assess the quality of the rock
inside for the next 100 meter. Up to 100 meter, it was not accurate, but 40-50 meter, we are getting accurately what is the rock condition. So why we should know is then we can plan accordingly for the rock supports, tunnel supports. So how it is being done, I think I'm having shortage of time. I'll skip this. So method of how we to overcome such areas, how the 5 method systems, P5 system consists of following operation has to be done. That is, first is plugging, means if the muck flow is started, means you have to seal the face, tunnel face completely. Then probe, drill, rock drill inside and understand what is the condition of rock inside. About 15 meter, you can probe what is the next 15 meter, how it is going to react. Then provide pressure relief through pipes. We can release water. Then protection of roof. That is, as I told, the pipe proof system. Pipe proofing has to be done. Then pre-grouting and support. Grouting and other supports like lattice girder, then shotcreting, rock bolting. Everything has to be done after that. So this also, I think I explained central pilot drip method. This is what we have done, like first small excavation, then segmental excavation after that. This is the portion in Seri Nala, complete circle is to be lined. And in Seri Nala portion, we have to provide, because there is flow of water, ingress of water is around 140 liters per second. I want to complete the waterproofing sheet provided. Water sheeting proof provided a tunnel complete, unless complete tunnel is not waterproof. A leakage on the side of the water celtic shift and chance in there. Observe adult tunnel. So that's nobody can stop that unless it is fully waterproof. Steel support, two type of steel support are provided on the lattice girder. Lattice girder means 3 numbers of 25 to 32 mm dia bars. We use 225 mm and 132 mm dia bars, and braced with the 12 mm dia bar. And lattice girder, semicircle, suppose if we provide in semicircle, that has been cut into 4 pieces and joined together with the plates, so that it will be easy to install. The steel ribs are provided. It is costly and it is very slow. Shotcreting has to be done continuous throughout the tunnel. And lining, as I told, this is the gantry for the lining, and this is 500 mm thickness lining. This is the kicker beam, kicker lining. Before providing kicker laying kicker lining, we have to provide a kicker beam. The kicker beam shutter is this. Lining. Then all the water collected from the periphery of the tunnel is finally diverted to the main pipe and send it to both portal side. Egress tunnel is laying this way. This is a precast one. Precast is able to lay transportation through vehicle. Then it can be placed on the concrete base slab. On a snow time, North Portal, you cannot even see the full tunnel also during snow. With a clear either to next season work. Then stress cracks, North Portal side because of high overburden. And after repair, it is like this. And this is a tunnel bursting. Once we support and I think rock classification of deformation allowed in the design. All complete support system because of the tunnel bursting phenomena, complete
portion of tunnel, around 40-45 meter tunnel, completely collapsed. But luckily, nobody was near to that area, so there was no human life lost. Even ഞാനും ആ ദിവസം അതിന്റെ തലേ ദിവസം ഇതേ സ്ഥലത്ത് സ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് പ്രിക്കോഷൻ ചെയ്യേണ്ടത്, വാട്ട് ആർ ദി അഡീഷണൽ സപ്പോർട്ടിംഗ് സിസ്റ്റം ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ബട്ട് നെക്സ്റ്റ് ഡേ ദിസ് ഹസ് ഹാപ്പൻഡ് ആൻഡ് ഇറ്റ് വാസ് റിപ്പയർഡ് ഓൾസോ. ആഫ്റ്റർ റിപ്പയർ ഇറ്റ്സ് ലൈക്ക് ദിസ്. സോ വാട്ട് ആർ ദി ആക്ഷൻ, നമ്മൾ എന്തൊക്കെയാണ് ആക്ഷൻ എടുത്തത് ഈ ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി? Most of the tunnel failures are attributed to ground instability. However, other include incorrect construction methodology, നമ്മൾ കറക്റ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ പറ്റാം. inadequate structure support, റോക്ക് കണ്ടീഷൻ ആവശ്യമുള്ള സ്ട്രക്ചർ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ ടണൽ ഫെയിലിയർ ഒക്കർ ചെയ്യാം. ദെൻ സപ്പോർട്ട്സ്, നമ്മളിപ്പോൾ ഒരു എക്സ്കവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഗ്രൗട്ടിങ്, ഷോർട്ട് ക്രീറ്റിംഗ്, ദെൻ വാട്ട് എവർ ഇറ്റ് ഈസ്, റോക്ക് ബോൾട്ടിങ്, എവറിത്തിങ് ഹാസ് ടു ബി പ്രൊവൈഡഡ് ഇമ്മീഡിയറ്റ്ലി. പിന്നെ എക്സ്കവേഷൻ ചെയ്ത് എന്തെങ്കിലും ഹ്യൂമൻ എറർ ഇൻ അനലൈസിങ് ആൻഡ് ആന്റിസിപ്പേറ്റ് ദ ആക്ച്വൽ റിക്വയർമെന്റ് ഓഫ് സപ്പോർട്ട് സിസ്റ്റംസ്, നമ്മുടെ അനലൈസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ടണൽ ഫെയിലിയർ ഇറ്റ് ക്യാൻ ഹാപ്പൺ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആക്ഷൻ എടുത്തത്? യൂസിങ് ലോങ്ങിറ്റ്യൂഡിനൽ സ്ലോട്ട്സ് ഇൻ പ്രൈമറി ലൈനിങ്. സോ ദിസ് ഈസ് ആക്ച്വലി നോർത്ത് പോർട്ടൽ ഏരിയ. നമ്മൾ ഹെവി സ്ട്രെസ് വന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്ട്രെസ് റിലീഫിന് വേണ്ടി ആദ്യമായിട്ട് ഒരു സ്ലോട്ട് കൊടുത്തു. സോ ദാറ്റ് കണ്ടിന്യൂറ്റി ഓഫ് സ്ട്രെസ് വിൽ ബി ഡിസ്കണ്ടിന്യൂഡ്. പിന്നെ ലൈൻ സ്ട്രെസ് കൺട്രോളർ, so that will actually like a shock absorber, so that will absorb that much deformation. So adu nammal kodutundayirunnu. Then proper timing of rock bolting, allowing reasonable convergence, checked by monitoring and providing additional rock bolting. Suppose if it is nammada limit nagathu varunundengil nammal design cheyidilum koodal rock bolting nammal provide cheyyarundayirunnu. Then Sirinala portion il koodal deformation vannu, pinne adine complete reprofile cheyandi vannirunnu. Then there are so many different type of nodal bars along Sirinala based on actual shape of top heading, primary lining, sawtooth filling. Like ഈ പൈപ്പ് പ്രൂഫ് ഞാൻ നേരത്തെ കാണിച്ചത് അതൊരു സ്ലോപ്പിലാണ് വരുന്നത്. what 715 ഡിഗ്രി സ്ലോപ്പിലാണ് വരുന്നത്. അപ്പോൾ സ്ലോപ്പിലാകുമ്പോൾ നമ്മുടെ എക്സ്കവേഷനും അതിന്റെ റൂഫിനെ ടച്ച് ചെയ്തിട്ട് തന്നെ എക്സ്കവേഷൻ ചെയ്യണം. അപ്പോൾ there will be a sawtooth shape. അപ്പോൾ അത് ഫൈനലി ആഫ്റ്റർ ഡ്യൂറിങ് ലൈനിങ് അത് നമുക്ക് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇൻ കേസ് ഓഫ് ലാർജർ അണ്ടർ കട്ട്സ് ചിലപ്പോൾ നമ്മുടെ ഡിഫോർമേഷൻ ആയിട്ട് കൂടുതൽ ചിലപ്പം കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ്. സോ ദാറ്റ് നമ്മുടെ ഫൈനൽ ലൈനിങ്ങിന്റെ ലെവൽ നമ്മൾ ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ്. ആ ലൈനെ നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ ഈ സിരിനാള പോർഷനിൽ ഫൈനൽ ലൈനിങ് ഇൻവേർട്ട്, അതായത് ഡീപ്പ് ഇറ്റ് സർക്കുലർ ഷേപ്പിന് മുമ്പേ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യാൻ കുറേ സമയം എടുക്കും. നമ്മുടെ വർക്ക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നമ്മൾ മുൻപോട്ട് പോകണം. കാരണം നമ്മൾ പെട്ടെന്ന് അവിടെ ലൈനിങ് ഇൻവേർട്ട് ലൈനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് വെഹിക്കിളൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ടെമ്പററി ആയിട്ട് ഒരു ഇൻവേർട്ട് കൊടുക്കുക. ടെമ്പററി ഇൻവേർട്ട്, ദാറ്റ്സ് നോട്ട് ഫുൾ ഹാഫ് സർക്കിൾ. ഒരു നമ്മളതിൻ്റെ കോൺക്രീറ്റ് ഷോർട്ട് ക്രീറ്റ് നമ്മൾ കംപ്ലീറ്റ് ഒരു ഷേപ്പ്, കംപ്ലീറ്റ് ഷേപ്പിൽ നമ്മൾ ഷോർട്ട് ക്രീറ്റ് ചെയ്യണം, നോട്ട് ഫുൾ സർക്കിൾ. ദാറ്റ് ഈസ് കണക്റ്റഡ്. അത് രണ്ട് സൈഡ് നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിനെ കോൺക്രീറ്റിംഗ് ആൻഡ് ഷോർട്ട് ക്രീറ്റിംഗ് ചെയ്യാം. Then important part of the work was stabilizing the open excavation and limiting water inflows by cement grouting through self-drilling anchors. The biggest water inflows were channelized downwards. Generally, proper dewatering and drainage works were most important districts. ഇതിൽ വന്നിട്ട് നമ്മുടെ ഗ്രൗട്ടിങ്ങിൽ PU ഗ്രൗട്ടിംഗ് വാസ് റിക്വയർഡ്, പോളിയൂറിത്തീൻ. നോർമൽ സിമെന്റ് ഗ്രൗട്ടിങ്ങിൽ പലപ്പോഴും ഹെവി വാട്ടർ ഫ്ലോ ആകുമ്പോഴോ വാട്ടർ ഫ്ലോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ PU ഗ്രൗട്ടിങ് നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ഈ ഒരു ടണലിലുള്ള വേറൊരു പ്രത്യേകത, ഇത് നമ്മളൊരു റോവ സിസ്റ്റം, റോവ മീൻസ് റൈറ്റ് ഓഫ് വേ അസോസിയേറ്റ്, അവരുടെ ഒരു എക്യുപ്മെന്റ് ആണ്. അതിൽ വന്നിട്ട് കംപ്ലീറ്റ് ടണലിന്റെ ഉള്ളിൽ ആണ് ഈ സിസ്റ്റം. അവിടെ നമ്മൾ എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാതെ ഇതിലൂടെ കൺവെയർ ബെൽറ്റിലൂടെ നമുക്ക് ഔട്ട് സൈഡിൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ സിസ്റ്റം നമ്മൾക്ക് സെരിനാള എൻകൗണ്ടർ ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് ഈ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു ആങ്കറിംഗ് സിസ്റ്റം ടോപ്പിൽ വേണമായിരുന്നു. അപ്പോൾ സെരിനാള ലൂസ് സോയിൽ ആയതുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് യൂസ്ഡ്. ദിസ് എ റോവ സിസ്റ്റം. ഇതിനകത്ത് തന്നെ നമ്മൾ അതിനകത്തുള്ള റോക്ക്, അതിനകത്ത് ക്രഷറിന്റെ സിസ്റ്റം ഉണ്ട്. ക്രഷിങ് ചെയ്തിട്ട് അതിൽ നമ്മുടെ റോക്ക് എവരിത്തിങ് വാസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദാറ്റ് കൺവെയർ ബെൽറ്റ്. ഇതായിരുന്നു റോവ സിസ്റ്റം. ഇതാണ് സ്റ്റോൺ ക്രഷർ. These are the equipment
used. This is the ventilation fan, then grouting machine. This is the gantry, then ventilation, loader, snow cutter. These are all shotcrete machine, forklift. Then this is the concrete batch mix plant. ഇവിടെ നമ്മൾ ഉപയോഗിച്ചതിൽ കംപ്ലീറ്റ് ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് വാട്ടർ നമ്മളിപ്പം വിന്ററിലൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വിന്ററിൽ ചെയ്യുമ്പോൾ അവിടെ -23, -30 ഒക്കെ ടെമ്പറേച്ചറിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കോൺക്രീറ്റിംഗ് നമ്മുടെ മിക്സ് ടെമ്പറേച്ചർ മിനിമം 15 to 18 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ് മിക്സ് ടെമ്പറേച്ചർ. ഹോട്ട് വാട്ടർ അതുപോലെ അതിലുള്ള അഗ്രിഗേറ്റ് സാൻഡ് എല്ലാം ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ദെൻ മിക്സ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തതിന് ശേഷം ഗ്രൗണ്ടിലും ലേയിങ് ടെമ്പറേച്ചറും എല്ലാവർക്കും അറിയാമല്ലോ, ലേയിങ് ടെമ്പറേച്ചർ മിനിമം 5 ഡിഗ്രി എങ്കിലും വേണം. അതും നമ്മൾ ഗ്രൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ നമ്മൾ ഇതിലവിടെ പേയ്മെന്റ് PQC ചെയ്യുമ്പോൾ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം PQC നമ്മൾ ചെയ്യുമ്പോൾ ഒരു 200-250 മീറ്റർ വരെ നമ്മൾ കംപ്ലീറ്റ് ഹീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യണമായിരുന്നു. അത് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അപ്പോൾ നമ്മൾ PQC ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വെതർ ഇംപ്രൂവ് ചെയ്തതിന് ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. The crushing system for different materials used. PU grouting fiber, steel fibers, then admixtures used. And then is the wire mesh. Wire mesh ചെയ്തിട്ടാണ് ഇതിന്റെ മുകളിലാണ് നമ്മൾ serialized completely shotcreted this way. This is the lattice girder. Steel ribs, pipe roof. Pipe roof 3 different type of size of pipe roof. Then rock bolt 2 type ആണ്, self drilling rock bolt and Solex rock bolt. The self drilling, previous one was Solex. Then steep drain. ഈ ഡ്രെയിനിലൂടെയാണ് നമ്മൾ പല സ്ഥലത്തും നമ്മൾ വാട്ടർ ലീക്കേജ് ഉണ്ടെങ്കിൽ ഇതിലാണ് കളക്ട് ചെയ്തിട്ടാണ് ദെൻ മെയിൻ ഡ്രെയിനിൽ വാട്ടർ ഡൈവേർട്ട് ചെയ്യുന്നത്. ചില ഏരിയയിൽ കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്തു, ചിലപ്പോൾ സ്ട്രിപ്പ് ഡ്രെയിൻ ചെയ്തു. ജിയോ ടെക്സ്റ്റൈൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Then നമ്മൾ മേജർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഇതിൽ യൂസ് ചെയ്തത് സിമെന്റ് 2.4 lakh മെട്രിക് ടൺ, അഗ്രിഗേറ്റ്സ് 4.6 lakh cubic meter, സാൻഡ് 2.35, കോൺക്രീറ്റ് 5.2 lakh cubic meter, ബോൾഡേഴ്സ് 7,500, സ്റ്റീൽ 13,187, ഷോർട്ട്ക്രീറ്റ് 1,17,000 cubic meter, PU grout 55,000, pipe roof 39 kilometers length, consolidation grout. This length is of single tube length. Consolidation grouting 2,50,000, then pipe roof grouting 9,24,000 kg, then rock bolt SDR 673 kilometers roughly, then lattice girders 230 metric ton, and the excavated earth was 14 lakh cubic meter. So this is the photograph actually when both sides of the tunnel was connected. There's an important activity in a tunnel actually that everybody used to celebrate when you work from both sides. രണ്ട് സൈഡ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ മീറ്റിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ സെലിബ്രേഷൻ ബിക്കോസ് വി ഹാവ് റീച്ച് ദ കറക്റ്റ് പോയിന്റ്. ചിലപ്പോൾ നമ്മുടെ സർവേയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അലൈൻമെന്റ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളിവിടെ ഇതിൽ യൂസ് ചെയ്ത എക്യുപ്മെന്റ്സ് വളരെ പ്രിസൈസ് എക്യുപ്മെന്റ് ആയിരുന്നു. ദർ വാസ് നോട്ട് വേരിയേഷൻ. നമ്മൾ മാക്സിമം ഒരു നോട്ട് ചെയ്ത് അബൌട്ട് 5 centimeter, അത് വളരെ നെഗ്ലിജിബിൾ ആണ്. ഇതാണ് വെന്റിലേഷൻ ഫാൻ ഓൺ ബോത്ത് സൈഡ്. 3 numbers, അതിൽ 2 numbers മാത്രമേ അറ്റ് എ ടൈം യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഒന്ന് ഡമ്മിയാണ്, മീൻസ് ഇൻ കേസ് ഓഫ് എമർജൻസി ഓൺലി ദാറ്റ് ഈസ് required to be used. Cable laying. This is the finished tunnels. ഫിൽറ്ററിൽ ഇതുപോലെ ഇരിക്കും നമ്മുടെ എന്താണ് ഹോട്ട് മിക്സ്, ബാച്ച് മിക്സ് പ്ലാന്റ്, ക്രഷർ സൈറ്റ്, ഇതൊക്കെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. സോ താങ്ക് യു. നൗ I think I took 15 minutes more, and now I think we can start question and answer. Hello sir, can you hear me? Yeah. Sir, can I ask you questions? Yeah, please. Sir, will you please share the reasons for constructing this adult tunnel? Pardon? Will you please share the reasons? ഈ ടണൽ നിർമ്മാണം തുടങ്ങാനുള്ള കാരണം. അതിന്റെ റീസൺ ഐ തിങ്ക് ഐ എക്സ്പ്ലെയിൻഡ്. അതായത് റീസണിന്റെ കാരണം ഇത് വന്നിട്ട്
ഇതിൻ്റെ ഹിസ്റ്ററി ഞാനൊരു കേസ് സ്റ്റഡിയും എഴുതുന്നുണ്ടായിരുന്നു. ഞാൻ കംപ്ലീറ്റ് റീസൺ എഴുതിയിട്ടുണ്ട്. ഇറ്റ് വിൽ ബി പബ്ലിഷ്. അത് വന്നിട്ട് ആക്ച്വലി റീസൺ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന റീസൺ ഓൺലി 1983 മുതലാണ്. അവിടുത്തെ ലാഹോൾ ആൻഡ് സ്പിറ്റിയിലുള്ള പബ്ലിക് വന്നിട്ട് അന്ന സമയത്തെ പൊളിറ്റീഷ്യൻസിനെ പലരും അപ്രോച്ച് ചെയ്തു. ദെൻ കാരണം അവരുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. അവർക്ക് അവിടെ വിന്റർ 6 to 7 months അവർക്ക് എമർജൻസി വന്നു കഴിഞ്ഞാൽ പോലും പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. കാരണം ദാറ്റ് ഡിസ്ട്രിക്ട് ഈസ് ഓൾസോ നോട്ട് ഹാവിങ് ഹൈടെക് ഹോസ്പിറ്റൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ദേ ഹാവ് ടു വെയിറ്റ് 5-6 months ഫോർ എനി ട്രീറ്റ്മെന്റ്. അവരുടെ പല പ്രാവശ്യം പലരുടെ അവർ ഇവൺ ആ സമയത്ത് ഉള്ള പ്രധാനമന്ത്രി ആയാലും ആ സമയത്ത് ആ ലോക്കലുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിന് എല്ലാവരും പിന്നെ സെൻട്രൽ ഗവൺമെന്റ് അപ്രോച്ച് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഒരു തീരുമാനം എടുത്തായിരുന്നു, അതെ ഇവിടെ ഒരു ടണൽ വരണം. പിന്നീടുള്ള ഇത് ലേ ടു മനാലി ആർമിയുടെ മൂവ്മെന്റിനും ഈ ഒരു ടണൽ വളരെ അത്യാവശ്യമാണ്. അതർവൈസ് 4-5 ദിവസമൊക്കെ എടുക്കുമായിരുന്നു. നൗ വൺ ക്യാൻ റീച്ച് സെയിം ഡേ. കാരണം അത് അവർക്ക് ഇടയ്ക്കിടെ കോൾഡ് വിന്റർ സമയത്തിൽ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ലേ വരെയുള്ള യാത്ര ഓൾ വെതർ എന്ന് പറയാറായിട്ടില്ല. ഒരു ടണൽ കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ഓൾ വെതർ ആകുള്ളൂ. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ്. Yes, sir. Yes, sir. Yes, sir. Okay. Another question. While we considering the geological aspect as well as chemical aspects, weathering aspects, what are the challenges did you face when you are completing the construction of this adult tunnel? So actually, for any tunnel, whatever, as much as geotechnical investigation, if you can do, that is the best part. But it is impossible. One thing is, it is almost, it is very time consuming also. You cannot waste nowadays everything. Everybody want tunnel as fast as possible. And in this area, geotechnical investigation was almost impossible because it was not at all accessible. But almost 6-7 months there is snowfall. Nobody can access. And that snow also melting of that snow also take another 1 or 2 months. So it was, and heavy mountains, because geotechnical investigation means you have to take out the equipments required for the investigation. So you can't carry it and you can't reach there. So that was not possible. So what we have done was geophysical methods while excavation. So as I told, during excavation, we used to do tunnel seismic prediction or probe inside, do the drilling and assess what is the condition of rock inside the tunnel. ആൻഡ് ഇതിൽ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞത് സെരിനാള പോർഷനിലായിരുന്നു നമ്മൾ 2 ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ വി കുഡ് ഡു. പക്ഷെ അതിൽ നമ്മൾ കണ്ടീഷൻ ഇറ്റ് വാസ് വീക്കർ സോയിൽ റോക്ക് കണ്ടീഷൻ ആണെന്ന് മനസ്സിലായെങ്കിലും ഇത്രയും സിവിയറിറ്റി ആവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ വി ഹാവ് ഡിസൈൻ വാസ് given something else, but what actually we have encountered was something different and more severe. പക്ഷേ നമ്മൾ ഡേ ടു ഡേ ബേസിലുള്ള ഒബ്സർവേഷൻ മെത്തേഡ് പ്രകാരം നമ്മൾ സപ്പോർട്ടിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയി. ഐ തിങ്ക് ഐ ഹാവ് ക്ലിയർഡ് യുവർ ഡൗട്ട്സ്. But you say something you couldn't go for so much geotechnical investigation. Yeah. Which are the geotechnical investigation did you complete there? So this is 4 location we have done. Borehole 1, 2, 3, 4. Borehole 1 was done near South Portal. So we could assess exactly what it is. The first few meters actually, it was exactly what was assessed from both sides, South Portal and North Portal side. Okay. Then next 2 boreholes was in Serinala portion. There also we are done. Serinala also, because you see, this is a 9-kilometer road. You cannot expect that every 100 meter we'll do geotechnical investigation. We have to assess. That's why NITM system, New Austrian Tunneling Methodology, this is an observational method. That's why it is successful. You know, this tunnel, when breakthrough was done, that means connecting from both points. Not breakthrough actually. In fact, when we crossed the Serinala, so this progress of this tunnel was being watched by even Austrian engineers also. They were celebrating because it's a successful story of New Austrian tunneling methodology. Okay. I know when I was in Himachal Pradesh, I know some other tunnel project of hydro tunnel. Hydro tunnel actually the specification required is not this much, not a highway tunnel. So there actually one water leakage at a permissible percentage allowed is much more than highway tunnel. So still one of the place tunnel boring machine they have used, that was stuck up.
and that was started in 2006, and as on date also it is not completed. Now they come out of it. They have started now again. I have visited that location about 2 months ago. They have started, but you can see how much it was delayed. Whereas in our case, we could, after all this thing, our work has started after that only, 2010 only, and we have already inaugurated the tunnel. So this methodology is successful in varying soil conditions. Sir, actually, this new Austrian method is a trial method, right? No, it is also a drilling blasting method. There's a principle. You cannot say it is trial. It is an observation method. You can say observational method. Yeah, you have to observe daily. You have to observe daily what is the rock condition ahead. Generally, you know the rock condition, but what is the actual, you have to observe on daily basis. That's why I have shown a slide in that phase log is prepared. Yes, this is the condition. So geologists are there every time, 24 hours, they are also there. So they will observe. Then what is the settlement? Settlement also we are observing. Suppose for rock condition, based on, because I told you the design is based on deformation and the rock qualification, rock Q value and the overburden. So it's an observation method. Observation. Like, observational method. Yeah. That you told me that about almost overburden pressure is all about 1,600, right? Yeah. When it is at almost around how many meters? Around 2 kilometers, you can say. Around 2 kilometers. Set it about almost 6 meters. After that, it is decreasing, right? Yeah. Yeah. Then അവിടെ സാർ എന്തൊക്കെയാണ് ചേഞ്ചസ് ആണ് ആ കൺസ്ട്രക്ഷനിലേക്ക് കൊണ്ടുവന്നത്? നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ റോക്ക് ക്വാളിഫിക്കേഷൻ 7 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റോക്ക് ഒരു ടണൽ ഏറ്റവും നല്ല റോക്ക് ആണെങ്കിൽ റോക്ക് 1 നമ്മുടെ ക്വാളിറ്റി മീൻസ് വെരി ഗുഡ്. സോ അവിടെ നമ്മൾ ഇവൺ 3 മീറ്റർ പോലും നമ്മൾ പിന്നെ ബ്ലാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒറ്റ ടൈം. അപ്പോൾ അതുപോലെ 3 റൗണ്ട് നമ്മൾ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ 3 into 3 9 മീറ്റർ പെർ ഡേ വരെ നമുക്ക് കിട്ടും. ആവറേജ് നമ്മൾ 200 മീറ്റർ ചില മന്തിലൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് ഏറ്റവും വീക്കസ്റ്റ് 7+ എന്നാണ് നമ്മൾ അതിനെ വിളിച്ചിരുന്നത്. കാരണം 7ലേക്കാണ് വീക്കായിരുന്നു കൂടുതൽ. അപ്പൊ അവിടെ നമ്മൾ എന്താണ്, അവിടെ അഡീഷണൽ സപ്പോർട്ട്സ് ആണ് ചെയ്യേണ്ടത്. പൈപ്പ് പ്രൂഫ് ഞാൻ പറഞ്ഞു, ഡബിൾ ഡ്രോപ്പ് പൈപ്പ് പ്രൂഫ് ചെയ്യണം. ദെൻ പൈപ്പ് പ്രൂഫ് അത് അഡീഷണൽ വർക്കാണ്. അത് ഡ്രില്ലിങ്, ഈച്ച് പൈപ്പ് ഹാസ് ടു ബി ഡ്രിൽഡ് ടു അറൌണ്ട് 12 മീറ്റർ ഡ്രിൽ ചെയ്ത് കംപ്ലീറ്റ് പെരിഫറി ആൻഡ് 2 rows. അത് ചെയ്തതിനു ശേഷം നമ്മൾക്ക് കൂടുതൽ എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അൺസപ്പോർട്ടഡ് ലെങ്ത് ക്യാൻ ബി ഓൺലി 1 മീറ്റർ മാക്സിമം. 0.75 നമ്മൾ ചെയ്തിട്ടുണ്ട്. അൺസപ്പോർട്ടഡ് എക്സ്കവേറ്റ് ചെയ്തു. അതിൽ കൂടുതൽ എക്സ്കവേറ്റ് ചെയ്താൽ കംപ്ലീറ്റ് കൊളാപ്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1 മീറ്റർ എക്സ്കവേറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ്ലി ലെറ്റിസ് ഗെറ്റ് ഷോട്ട്ക്രീറ്റിംഗ്, ലെറ്റിസ് ഗെഡർ, ഗ്രൗട്ടിംഗ്, റോക്ക് ബോൾട്ടിംഗ്, എവറിത്തിങ് ഹാസ് ടു ബി ഡൺ ഇമ്മീഡിയറ്റ്ലി. എത്രയും ഡിലേ ആയിരുന്നു അത്രയും നമ്മൾ പിന്നെ ഇത് കൊളാപ്സ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് പോലും, ഇത്രയും പ്രിക്കോഷൻ എടുത്തിട്ട് പോലും ഓൾ ദിസ് തിങ് പിന്നീടും നമ്മൾ പല പ്രാവശ്യം കൊളാപ്സ് ആയിട്ടുണ്ട്. ദെൻ എക്സസീവ് ഡിഫോർമേഷൻ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തു. സോ ഇത് ഇങ്ങനെയുള്ള ഓരോന്നിനും ഓരോ സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. അതായത് നല്ല റോക്കാണ്. 1, 2, 3 ഞാൻ അത് ഒരു സ്ലൈഡ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കംപ്ലീറ്റ് റോക്ക് എങ്ങനെയാണ് ഓരോ സോയിൽ റോക്ക് കണ്ടീഷനും വിത്ത് ഓവർബർഡൻ എന്താണ് നമ്മൾ സപ്പോർട്ടിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തത് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്ലാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് റോക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇതിൽ ഈ റോക്കിൽ നമ്മുടെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് അത് ഡിറ്റർമിൻ ചെയ്യും. വെദർ ഇറ്റ് ഈസ് 1, 2, 3. സോ ദെൻ വി നോ ദിസ് ഇസ് ദ എന്താണ് റോക്ക് ടണൽ സപ്പോർട്ട് സിസ്റ്റം ഏതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വി നോ. അങ്ങനെയാണ് നമ്മൾ ഡിഫറെന്റ് 7 ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനത് ഒരു സ്ലൈഡിൽ കാണിച്ചിരുന്നു. 7 ടൈപ്പ് ഓഫ് റോക്ക് സപ്പോർട്ട്. അതിൽ കോൺട്രാക്റ്റിൽ നമ്മൾ കാണിച്ചത് ഡിഫറെന്റ് ആണ്, നമ്മൾ ആക്ച്വലി എൻകൗണ്ടേർഡ് ആണ് ഡിഫറെന്റ്. നേരെ മറിച്ച് നമ്മളിപ്പോൾ അതാണ് ഞാൻ ഒബ്സർവേഷൻ മെത്തേഡ് അല്ലാതെ നമ്മൾ ഡിസൈൻ പ്രകാരം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി സപ്പോർട്ട് ആയിരിക്കില്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അപ്പോൾ ടണൽ ഫെയിലിയറിന് ചാൻസ് കൂടുതലാണ്. ഇത് നമ്മൾ ഡേ ടു ഡേ ബേസിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. വി ആർ പ്രൊവൈഡിംഗ് ദ കറക്റ്റ് ടണൽ സപ്പോർട്ട്സ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. യെസ് സർ. സർ പറഞ്ഞു ഗ്രൗട്ടിംഗ് ചെയ്തു പറഞ്ഞു. Like in order to prevent the crack, grouting has taken place. Then ഏത് ഇന്റർവെല്ലാണ് at the end, beginning to at the end വരെ ഈ ഗ്രൗട്ടിംഗ് ടെക്നിക്ക് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ ഇതിലിപ്പോൾ നമ്മുടെ റോക്ക് ബോൾട്ട് നമ്മൾ ഓൾമോസ്റ്റ് 1.5 ഡിഫറെന്റ് റോക്ക് ക്ലാസിഫിക്കേഷൻ അതിൻ്റെതും ഞാൻ ആ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ റോക്ക് ക്ലാസിഫിക്കേഷനിലും ആണ് അതിന്റെ ഗ്രൗട്ടിങ് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മുടെ ഇപ്പോഴും ഇവിടെ സെരിനാള പോർഷനായിരുന്നു നമ്മുടെ ഏറ്റവും പ്രോബ്ലമാറ്റിക് ഏരിയ. അവിടെ നമ്മൾ എവരി 1.5 മീറ്റർ, ചിലപ്പോൾ അതിലും കൂടുതലും നമ്മൾ 1.5 മീറ്റർ സെന്റർ ടു സെന്റർ
ആയിട്ട് നമ്മൾ പിന്നെ ഗ്രൗട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇത് വന്നിട്ട് ആ ഗ്രൗട്ടിങ്ങിൽ നമ്മൾ സിമെന്റ് ഗ്രൗട്ടിങ്, നോർമൽ സിമെന്റ് ഗ്രൗട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോ ഓഫ് വാട്ടർ കൂടുതലാകുമ്പോൾ സിമെന്റ് നമ്മൾ പെട്ടെന്ന് സെറ്റിൽ ആവില്ല. സോ അത് നമ്മൾ മാക്സിമം ടൈമിലും അത് നമ്മൾ ആക്ച്വലി അത് നമ്മൾക്ക് സക്സസ്ഫുൾ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്തത് PU ഗ്രൗട്ടിങ് ആയിരുന്നു. PU ഗ്രൗട്ടിങ് നമ്മൾ പൊളിയൂരത്തിനാണ് അത് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് അവിടെ അതിനെ കംപ്ലീറ്റ് ആ ഫിഷേഴ്സിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ വാട്ടർ ഉള്ളിലോട്ട് വരുന്നില്ല. നമ്മൾ ആക്ച്വലി ഇറ്റ് ഈസ് ബ്ലോക്കിംഗ് ദ ഫിഷേഴ്സ് ആസ് വെൽ ആസ് ബ്ലോക്കിംഗ് ദ വാട്ടർ ടു കം ഇൻസൈഡ്. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് നമ്മൾ PU ഗ്രൗട്ടിങ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സർ ഒരു കാര്യം കൂടി, നമ്മള് അവിടെ മഡ് ഫ്ലോ ഉണ്ടായി പറഞ്ഞു, സിരിനാല പ്ലേസിൽ ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം മഡ് ഫ്ലോ വന്നു പറഞ്ഞു. അപ്പൊ ഈ മഡ് ഫ്ലോ നമ്മൾ അത് ഒത്തിരി പ്രിക്കോഷൻസ് എടുത്തു, പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ എടുത്തു. ഈ ദാറ്റ് പ്രിവെന്റീവ് മെഷേഴ്സ് takes place any increment in financial management while we considering the total cost of this, total construction cost of this Atal tunnel? യെസ്, നമ്മളിതിൽ ആക്ച്വലി നമ്മളിങ്ങനെയുള്ള സപ്പോർട്ടിങ് സിസ്റ്റത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ കോസ്റ്റ് ഒക്കെ ഫൈനൽ ചെയ്തിരുന്നു. പക്ഷെ വിത്ത് ഓൾ നമ്മൾ ഡിലേ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അതായത് കോസ്റ്റ് പ്രകാരം നമ്മൾ ഡിലേ ഉണ്ടായിട്ടുണ്ട്. ഡിലേയുടെ കോസ്റ്റ്, ടൈം ആൻഡ് കോസ്റ്റ് ഓവർ റൺ. ടൈം ഓവർ റൺ നമ്മൾ ഈ ഇതിൽ പിന്നെ ഫോളോ ചെയ്തത് കോൺട്രാക്ട് ഈസ് ഫിഡി കണ്ടീഷൻ ഓഫ് കോൺട്രാക്റ്റിൽ. സോ ഇറ്റ് സപ്പോർട്ട്സ് ടു സം എക്സ്റ്റെൻറ്റ് ടു ദ കോൺട്രാക്ടർ. സോ അത് പ്രകാരമാണ് നമ്മൾ അതിനെ ഇത് ചെയ്തത്. പക്ഷെ എങ്കിലും എന്നിരുന്നാലും നമ്മളൊരു ഈ ഒരു പിന്നെ സെരിനാളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മളൊരു DPR ഫൈൻ റിവൈസ് ചെയ്തപ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റഡ് കോസ്റ്റിനേക്കാളും എത്രയോ കുറവായിട്ടാണ് ഈ ടണൽ കംപ്ലീറ്റ് ചെയ്തത്. നമ്മുടെ ഈ ടണലിന്റെ കോസ്റ്റ് വന്നിട്ട് 4,083 crore ആയിരുന്നു. പക്ഷെ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 3,200+ crore-ലാണ്. 800-ലധികം നമ്മൾ സേവ് ചെയ്ത്. യെസ്, അത്രയും നമ്മൾ സേവ് ചെയ്തിട്ടാണ് ഈ ടണൽ ഉണ്ടാക്കിയത്. ദാറ്റ് ഈസ് ബിക്കോസ് എന്താണെന്നുള്ളത്, എങ്ങനെ സേവ് ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. ദാറ്റ് ഈസ് ഒപ്റ്റിമൈസ്ഡ് ഡിസൈൻ വാട്ട് വി ഹവ് ഡൺ ആസ് ഒബ്സർവേഷൻ മെത്തേഡ്. സോ അത് ചെയ്തുകൊണ്ടാണ്. ദാറ്റ് ഇസ് മൈ ക്രെഡിറ്റ് ഗോ ടു ഓൾ ദി എഞ്ചിനീയേഴ്സ് and even contractors also who work with the tunnel. Sir, ipo ee Perpanchal range in Himachal Pradesh-ലാണല്ലോ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അതുപോലെ 9.2 kilometers-ഓളം ലെങ്ത്തും ഇതിനുണ്ട്. അപ്പോൾ അതില് നമ്മൾ ആ ടണൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കുറെ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സാറ് പറഞ്ഞു വെന്റിലേഷൻ കൊടുത്തു, ക്യാമറ സിസ്റ്റം. അതിനോട് അനുബന്ധിച്ച് വേറെ എന്തെല്ലാമാണ് സാർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്? ആഫ്റ്റർ കംപ്ലീഷൻ ആണോ ചോദിക്കുന്നത്? ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ? ആഫ്റ്റർ കംപ്ലീഷൻ. ഇപ്പൊ സുരക്ഷാ സംവിധാനത്തിന് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ടണൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റ് ഗവൺമെന്റ് പോലീസാണ് അതിന് സെക്യൂരിറ്റി കൊടുക്കുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ ചിലപ്പോൾ അതിനെ കൂടുതൽ സെക്യൂരിറ്റിക്ക് വേണ്ടി വേറെ ഏതെങ്കിലും ഏജൻസി, സെൻട്രൽ ഏജൻസിയെ ചിലപ്പോൾ ഏൽപ്പിക്കാനുള്ള പിന്നെ അതിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് സെക്യൂരിറ്റി ദേ ആർ പ്രൊവൈഡിങ്, ദേ ആർ വാച്ചിങ്. അതായത് CCTV ക്യാമറ ഉണ്ട് നമുക്ക് 24 hours. ഈവൻ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾസോ വാച്ചിങ് എനി ഇൻസിഡന്റ് ഇൻസൈഡ് ദ ടണൽ ദാറ്റ് ഈസ് പ്രോപ്പർലി ബീങ് വാച്ച്ഡ് എവരിവെയർ. നമ്മുടെ കൺട്രോൾ റൂമിൽ അതിനായിട്ടുള്ള ആൾക്കാർ 3 persons വിൽ ബി ദർ ഇൻ 3 shifts. അത്രയും പേർക്ക് അത് വാച്ച് കൊണ്ടേയിരിക്കും. എവറി ക്യാമറ ഈസ് ബീങ് വാച്ച്ഡ്. സർ, ഇപ്പൊ നമ്മൾ ലോകമെമ്പാടുമുള്ള ആൾക്കാര്, ജനങ്ങള് ഒരു വലിയൊരു മഹാമാരിയെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വി ആർ കണ്ടിന്യൂയിങ് ടു ഫേസിങ് ദിസ് കോവിഡ് പാൻഡമിക്, റൈറ്റ്? സോ ഇതെങ്ങനെയായിരുന്നു ആ കോവിഡ് പാൻഡമിക്കിൽ സാർ ഇത്രയും ധീരനായിട്ട് ഈ കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചത്? എങ്ങനെയായിരുന്നു? എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു ആ സമയത്ത് സാറിന്റെ ടീമിനും നേരിടേണ്ടി വന്നത്? That was one of the even like a geological challenge. This was also a challenge because എനിക്കറിയാമായിരുന്നു. ഞാൻ അവിടെ പിന്നെ നമ്മൾ ഒരു വർഷത്തിന് മുമ്പിൽ ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നു. 1.5 വർഷം മുമ്പിലെ ഈ ഡേറ്റിൽ ഈ ടണൽ നമ്മൾ ഇനാഗുറേറ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ പേഴ്സണലി മീഡിയക്കാരൊക്കെ വന്നപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നു. സോ ദാറ്റ് വാസ് ഓൾസോ എ ചലഞ്ച് ഫോർ മീ. നമ്മൾ ഫസ്റ്റ് വന്നിട്ട് ചലഞ്ച് യു ഓൾ നോ, ഗവൺമെന്റ് ഓർഡേഴ്സ് വന്നിട്ട് ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയും ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മുടെ കോൺട്രാക്ടേഴ്സ് ഒക്കെ വിഡ്രോ ചെയ്തു. കാരണം അന്നത്തെ ഗവൺമെന്റ് ഓർഡർ പ്രകാരം കോൺട്രാക്ടേഴ്സിനായിരിക്കും കംപ്ലീറ്റ് അവരുടെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാം, ഇതിനൊക്കെ ചാൻസ് ഉണ്ട് എന്നുള്ള വിധത്തിലായിരുന്നു. സോ ദേ വർ ഓൾ അഫ്രൈഡ്.
അപ്പോൾ ഞാൻ ഫസ്റ്റ് തിങ് ഐ ഡൺ വാസ് നമ്മുടെ ഹയർ ഹെഡ് ക്വാർട്ടേഴ്സ്, ദെൻ അവിടെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ, ചീഫ് സെക്രട്ടറി, CM ഓഫീസ്, ദെൻ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, എല്ലാവരോടായിട്ട് സംസാരിച്ചു. ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി മെയിൻലി അവരെ മനസ്സിലാക്കി കൊടുത്തു. കാരണം ഇത് നമ്മൾ ഇപ്രാവശ്യം ചെയ്തില്ലെങ്കിൽ ലാഹോൽ സ്പിത്തിയിലുള്ള പബ്ലിക്കിന് ഒരു വിന്റർ കൂടെ അവർക്ക് കഷ്ടപ്പെടേണ്ടി വരും. സോ ദേ യെസ്, അത് അവരെ പറഞ്ഞു മനസ്സിലാക്കി. ബട്ട് ദേ വർ ഓൾ വെരി സപ്പോർട്ടീവ്. അവരുടെ അഡ്മിനിസ്ട്രേഷൻ വാസ് വെരി സപ്പോർട്ടീവ്. നമ്മുടെ കാര്യം അത് മനസ്സിലാക്കി ഉടനെ അവർ സപ്പോർട്ട് ചെയ്തു. പക്ഷെ ദെൻ പ്രോബ്ലം വരുന്നത് അതിനുശേഷം വർക്കേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും പിന്നെ അവിടെ നിന്ന് പോയി കളഞ്ഞിരുന്നു. പിന്നെ അവരെ കളക്ട് ചെയ്യാന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ കംപ്ലീറ്റ് ഫാക്ടറീസ്, സിമെന്റ് ഫാക്ടറീസ്, പിന്നെ അതുപോലെ നമ്മുടെ എക്വിപ്മെന്റ്, പിന്നെ അതിലുള്ള സപ്പോർട്ട് സ്പെയേഴ്സ്, ദെൻ E&M ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇൻസ്റ്റാളേഷൻ്റെ ഐറ്റംസ് പല ഫാക്ടറീസിനും ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് കൺട്രി ആയിരുന്നു. ദെൻ ചിലത് ഫോറിന് വരേണ്ടതുണ്ടായിരുന്നു. അതിനെ നമ്മളെല്ലാം ഞാൻ പേഴ്സണലി ഐ ഹാവ് ഡിസ്കസ് വിത്ത് മെനി ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഓഫ് ദാറ്റ് കൺസേൺഡ് ഏരിയ. സോ അവരെല്ലാം വളരെ പോസിറ്റീവായിരുന്നു നമ്മളെ ഇത് ചെയ്തു. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് നമ്മുടെ ഗവൺമെന്റ് പിന്നീട് അതിന് ഒക്കെ പെർമിഷൻ തന്നെങ്കിലും വിത്ത് സോ മെനി കണ്ടീഷൻ. അറിയാമല്ലോ, ഇത്രയും ഡിസ്റ്റൻസ് ഇത്ര മെയിൻറ്റെയിൻ ചെയ്യണം, മാസ്ക് മെയിൻറ്റെയിൻ ചെയ്യണം, ദറ്റ് തിങ് എവറിത്തിങ്. നമ്മളവിടെ ഫോളോ ചെയ്തത് എവറിത്തിങ് വി ഹവ് ഫോളോഡ്. ബട്ട് ഡിസ്റ്റൻസിങ് മെ നോട്ട് ബി പോസിബിൾ ഇൻ സർട്ടൺ കേസ്. ചിലപ്പം ചില സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യണമെങ്കിലും അടുത്തടുത്താണ് നിൽക്കേണ്ടി വരുന്നു. പക്ഷെ വൺ തിങ് വി ഹവ് ഡൺ വാസ് നമ്മൾ ആദ്യമായിട്ട് കംപ്ലീറ്റ് എനി വെഹിക്കിൾ കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് വാസ് സാനിറ്റൈസ്ഡ് കംപ്ലീറ്റ്ലി. അവർ ഡ്രൈവർ ആണെങ്കിൽ അവർ വരുന്നുണ്ടെങ്കിൽ പുറത്ത് ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവർ സ്പെഷ്യൽ ഏരിയാസിൽ മാത്രമേ അവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ദെൻ എവരിബഡി വാസ് ഗിവൺ മാസ്ക്, അത് PP ഐറ്റംസ് എല്ലാവരും കൊടുത്തു. ദെൻ ദേ ഹാവ് ബീൻ എഡ്യൂക്കേറ്റഡ് പ്രോപ്പർലി. ഭക്ഷണം കഴിക്കുന്നതിലും അതെല്ലാം പിന്നെ എല്ലാ കാര്യത്തിലും പിന്നെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ആസ് ഫാർ ആസ് പോസിബിൾ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. മാസ്ക്, ഈവൺ എൻ്റെ മീറ്റിംഗ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തു. Then we started giving something to everybody to improve the immunity. അതൊക്കെ ചെയ്തു. നമ്മൾ വളരെ പ്രിക്കോഷൻ എടുത്തു. ദെൻ you'll be surprised to know നമ്മൾ 3000-ഓളം ലേബേഴ്സ് വർക്ക് ചെയ്ത സ്ഥലമായിരുന്നു. ആൻഡ് മോർ ദാൻ 750 other engineers and permanent staff. Till inauguration there was not even a single case. താങ്ക് യു സർ. സർ, വൺ മോർ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഈ അടൽ ടണലിന് ടൂറിസം മേഖലയിൽ എന്തോരം ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിയും? തീർച്ചയായിട്ടും ഇതിന്റെ ഈ ടൂറിസം നോട്ട് ഓൺലി ഹിമാചൽ പ്രദേശ് ബട്ട് ഹോൾ നേഷൻ ഇതിന് ടൂറിസം പിന്നെ വളരെ ഡെവലപ്പ് ആകുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ CM അവിടെയുള്ള CM എപ്പോഴും നമ്മുടെ ഓഫീസിൽ വരാറുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. പല പ്രാവശ്യം ടണൽ വിസിറ്റ് നടത്തിയിട്ടുണ്ട്. ദെൻ എൻ്റെ സൈഡിൽ നിന്നും സജഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനലി ആക്ഷൻ എടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റാണ്. ഈവൻ പ്രൈം മിനിസ്റ്റർ ഓൾസോ ആസ് എ ഡിസ്കഷൻ വിത്ത് CM ഡ്യൂറിങ് ദ ഇനാഗുറേഷൻ. അവരുടെ പ്രൊജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ PM-നെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫസ്റ്റ് ഇതിൽ ഈ ടണൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തതിന് ശേഷം ഇത്രയും ഞാൻ പറഞ്ഞല്ലോ 15 lakh cubic meter മക്ക്, അത് നമ്മൾ 2 സൈഡിലാണ് നമ്മൾ മക്ക് ഡംപിങ് ചെയ്തുകൊണ്ടിരുന്നത്. സൗത്ത് പോർട്ടൽ സൈഡിൽ അവിടെ ഒരു സൊലാങ് വാലി എന്ന് പറഞ്ഞിട്ട് ഏരിയ ഉണ്ട്. ദാറ്റ്സ് ഓൾറെഡി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതിന് ഇത്രയും കാർ പാർക്കിംഗ് വാസ് ദ വൺ ഓഫ് ദി ടഫസ്റ്റ് പ്രോബ്ലം. അതിന് നമ്മളൊരു കംപ്ലീറ്റ് ഏരിയ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ്സ് എ ഫുൾ കാർ പാർക്കിംഗ് ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. മറ്റുള്ള സൈഡിൽ നമ്മൾ മക്ക് ഡംപ് ചെയ്ത് ഏരിയ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ സ്റ്റേറ്റ് ഗവൺമെന്റ് ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ നോട്ട് ഓൺലി അതായത് നമ്മുടെ ഈ സൗത്ത് പോർട്ടലിൽ നിന്ന് നമ്മൾ നോർത്ത് പോർട്ടലിലേക്ക് പോകുമ്പോൾ രണ്ട് ഡിസ്ട്രിക്റ്റ് ആണ്. പക്ഷെ രണ്ടും ഡിഫറെൻറ്റ് ഇതാണ് നമ്മുടെ സീനറി. മറ്റേ സൈഡ് ദി അതർ സൈഡ് ലാഹോൾ സ്പിത്തി ഈസ് മോർ ബ്യൂട്ടിഫുൾ. ദിസ് സൈഡ് ഈസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. ലാഹോൾ സ്പിത്തി ഈസ് ലൈക്ക് എ സ്വിറ്റ്സർലാൻഡ് യു ക്യാൻ സേ. വൈറ്റ് എവറി ടൈം ഇതാണ് നമ്മൾ വിന്റർ സമയത്ത് പോയി കഴിഞ്ഞാൽ എവറിത്തിങ് ഇസ് വൈറ്റ്. നോർമൽ ജിയോഗ്രാഫി ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ. നമ്മുടെ ഏരിയ ഇസ് വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ ചില ഫോട്ടോസിലൊക്കെ ഞാൻ കണ്ടപ്പോൾ ചില നിങ്ങൾക്ക് മനസ്സിലായി കാണാം, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ലാഹോൾ ആൻഡ് സ്പിത്തി. ആൻഡ് ഇപ്പോൾ ഈ ടണൽ ഇനാഗുറേഷന് കഴിഞ്ഞതിന് ശേഷം ഈവൻ ടണൽ ഇറ്റ്സെൽഫ് ഈസ് എ ടൂറിസ്റ്റ് സ്പോട്ട്. ടണൽ കാണാൻ വേണ്ടിയും ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. ഇപ്പോഴും മാക്സിമം പല ആൾക്കാരും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ടൂറിസം
is Manali, otherwise also a tourist area ആണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞ ശേഷം ഒരുപാട് ടൂറിസം ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. ചില സമയത്ത് മെയിൻലി കൊറോണ ഈ ഒരു COVID-19 ആയതുകൊണ്ട് പെട്ടെന്നുള്ള ഇത് വന്നില്ല. പക്ഷേ എന്നാലും ഒരു റിലാക്സേഷൻ ചെയ്ത ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ആ പെർട്ടിക്കുലർ ഡേയ്സിൽ അവിടെ വരുന്ന ടൂറിസ്റ്റിന്റെ നമ്പേഴ്സ് ഇത്ര കൂടുതലായിരുന്നു. Sir, പറയുന്നത് it will greatly influence the Indian economy by Yes. Tourism boost will be definitely there. Yes. Sir, ഈ ടണൽ കൺസ്ട്രക്ഷനിൽ ഭയങ്കര ഒരു എക്സ്പെർട്ടൈസ് ആണ്. യു ആർ എൻ എക്സ്പെർട്ടൈസ് ഇൻ അടൽ ടണൽ. Can you say something about our Kudiran tunnel, which is Walayar region? What could have gone wrong? ഞാൻ ആക്ച്വലി അതിന്റെ വാട്ട് ഇസ് ദ പ്രോബ്ലം എന്ന് എനിക്ക് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. ആക്ച്വലി ഞാൻ അത് ഒരു ദിവസം വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കാണുവാണെങ്കിൽ ഐ ക്യാൻ ഗിവ് സം സജഷൻസ്. നോട്ട് എനിക്കും പറയാൻ പറ്റുള്ളൂ. സർ, ഒരു വൺ മോർ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമ്മൾ ഹൈവേ, നമ്മൾ നോർമൽ ബൈപ്പാസ് കൺസ്ട്രക്ഷൻസ് ഓർ ഹൈവേ കൺസ്ട്രക്ഷൻസ് ആർ ഗോയിങ് ഓൺ. We have some standard values or variations. When നമ്മളിപ്പോൾ ഈ ടണൽ കൺസ്ട്രക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ്, സ്റ്റാൻഡേർഡ്സ് എന്തെങ്കിലും വേരിയേഷൻസ് നമ്മളിവിടെ ഹൈവേക്കാണോ ചോദിക്കുന്നത്? ഹൈവേ ഡിസൈൻ ടണൽ ഇൻസൈഡ് ടണൽ ഹൈവേ നമ്മൾ എനിവേ യു കൻ ഡിസൈൻ. ഇറ്റ് ക്യാൻ ബി ഫ്ലെക്സിബിൾ ആൻഡ് ഓർ റിജിഡ് പേയ്മെന്റ്. പക്ഷെ ഫ്ലെക്സിബിൾ ആകുമ്പോഴുള്ള അതായത് ടണൽ ലൈക്ക് ഹീറ്റിംഗ് സിസ്റ്റം, സപ്പോസ് എന്തെങ്കിലും ഒരു ഹീറ്റ് ആക്സിഡന്റ് ഇതൊക്കെ വരുമ്പോൾ ബിറ്റുമിനസ് സർഫസ് ഈസ് നോട്ട് ഫ്രണ്ട്ലി. സോ നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് പേയ്മെന്റ് ആണ്. ഇതിൽ യൂസ് ചെയ്യുന്നത് മെത്തഡോളജി സെയിം. ഇറ്റ് ഈസ് CBR വാല്യൂ വിത്ത് ദിസ് തിങ് ട്രാഫിക് ഡെൻസിറ്റി. ദാറ്റ് ഈസ് ദ സെയിം ഡിസൈൻ. IIT PAVE, this latest this thing, that is the design. What we have used, provided is 15 centimeter of DLC, dry lean concrete, then 20 centimeter PQC, that is of M50. അതാണ് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തത്. ദാറ്റ് വാസ് ദ ഡിസൈൻ, പ്രോപ്പർ ഡിസൈൻ, ലൈക്ക് എനി കോൺക്രീറ്റ് ഡിസൈൻ. ബട്ട് ഇതിൽ ഓക്കെ. ഓക്കെ. Anything else? Any question? Any more questions? Actually, so we can close. This was an informative session. Like ഞാനൊക്കെ ഇത് പത്രങ്ങളിൽ കൂടി വായിച്ച് ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ഇതിന്റെ ഇൻഡെപ്ത് ഇതിന്റെ ടെക്നിക്കൽ നോളജ് എനിക്ക് വളരെ ചെറുതായിരുന്നു. ഇതെങ്ങനെയായിരുന്നു, ഇതിന്റെ പോസിബിലിറ്റീസ് അതായത് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ എനിക്ക് ഒരു ചെറിയൊരു മൈൽഡ് ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഡ്യൂറിങ് ദിസ് സെഷൻ I have reached almost about a 50% knowledge I gained through this conversation or this presentation. Actually, I am very thankful to you, sir, for conveying all this answers to me, or it may be useful to all other engineers for this. Thank you, sir. Thank you. Thank you so much. I can see Mr. Krishna Kumar there. Yes, sir. Anything you want to ask? No, sir. This has been very highly informative, sir. Thank you. Okay. Thank you. Then any question in future also, if anybody want to ask to me, they can send it. I can share my email also. Otherwise, through you also you can share. I will answer that question. Okay. Hello, Krishna Kumar sir. Are you there? Yes. Sir, can you deliver something about this wonderful session? It's indeed a pleasure to speak on this occasion. And I know Purushottam sir was my boss in Trivandrum, and he left our working place only for execution of this tunnel. Sir was with us till 2017, and then he left for the sole objective of executing the tunnel. So I was very fortunate to have worked under him. And regarding this session, I know we were all eagerly waiting for the Adal tunnel talk by him. And I have been very fortunate, and I was very sure that sir was very, very keen to explain everything elaborately. And mind you, he was he's one of the finest exponents in the field of bridge engineering as well as highway engineering. So it's not a new thing. And we
നമ്മളിത് ഇന്ന് സാറിന്റെ ഒരു ഫേസ് മാത്രമേ കണ്ടുള്ളൂ റിഗാർഡിംഗ് ദ ടണൽ engineering. I'm sure you can have him interacting on bridge engineering. I still remember one session which we taught. It's actually a talk. One of the bridges he constructed in Tesla River while he was doing the Northeast tenure. So he's an authority in bridge engineering as well as, not to speak about bridges, roads, pavement. His domain. So you can talk. Hello. Sir, continue. Hello. Continue, Yes, sir. continue, sir. Yeah. So in almost all facets of engineering, whether it's bridge engineering, whether in pavement or in tunnel engineering, he's an authority, and it's not a new thing that he has executed these projects in time with cost savings, and he was always having an eye on cost optimization. The 2 years, nearly 2 years, which he worked with us, we were fortunate to have been blessed with his guidance. So in this talk also, he elaborately explained the various facets of tunnel engineering. So it was indeed, we are indeed thankful to you, sir, for this great session. Thank you, sir. Thank you. Okay. Thank you, sir. Sir, due to some technical issue, my colleague Parvati couldn't join this session. So I also deliver a small vote of thanks behalf of my civilians family. So undoubtedly, I am so thankful to you, sir, for this such a wonderful informative session. So I am very thankful to you, sir, and also thank you to Vivekananda Pai, sir, Swadeshi movement, and also thanks to Sir Krishna Kumar, sir, representing Indian Concrete Institute, Trivandrum Center. And thank you, all of you. Stay safe. Thank you. Stay home. Thank you, Purushothaman sir. Now Thank let's you. meet Thank for you, a next Mr. talk. Yeah.